ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു കട്ടനിട്ട് തരാൻ പോലും ആരുമില്ല. ടീച്ചർക്ക് സമ്മതമാണെങ്കിൽ ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് പോരെ. ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ പ്രണയമില്ലാത്തൊരാരുമില്ലല്ലോ. ഇതിൽ അഭിനയിച്ചപ്പം പഴയ പ്രണയങ്ങൾ വല്ല ഓർമ്മ വന്നോ? ഒരു ഏജ് ബാരിയർ கிடையாது for പ്രണയം. പ്രണയം is something that is beyond that, beyond age, beyond caste, beyond status. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു ചിന്ത ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർ ഉണ്ടാവും. நம்மளோட ஏஜ்ல செல்ஃப் கான்ஷியஸ்னஸ் எல்லாம் போயிடுது. so a little bit of സ്നേഹം with your acting. ചിരിക്കാനുണ്ട് കേട്ടോ, ഇല്ലെന്ന് കള്ളം പറഞ്ഞാന്ന് മനസ്സിലാക്കി ചിരിക്കാനുണ്ട് മാഡം. മാഡത്തിനറിയാം നമ്മൾ ഹൃദയം തുറന്ന് സംസാരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ. നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടുപേര്, കാരണം വെച്ചാൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എന്ന് എനിക്ക് വിളിക്കാം, അല്ലെങ്കിൽ എൻ്റെ വാപ്പ എന്നെ ഉമ്മ എന്ന് വിളിക്കാം. ഈ രണ്ടുപേരാണ് എൻ്റെ കൂടെ. രണ്ടുപേർക്കും സ്വാഗതം കേട്ടോ. നമസ്കാരം. ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി പ്രണയമാണ് താങ്ക് യു. ഈ പേര് പോലെ. ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നു. ഞാൻ കുറേ പാട്ട് കണ്ട്, എൻ്റെ ട്രെയിലർ കണ്ട്. എന്തേ വൈകിയെന്ന് തോന്നിയോ? തോന്നിയിട്ടില്ലല്ലോ. ഇവിടെ ഒന്ന് ചോദിച്ചാലോ? ഇതാണ് ശരിയായ സമയം എന്നാണ് എനിക്ക് ഇതാണ് സമയം ഇതാണ് അല്ലേ? പ്രണയിക്കാത്തവരാരുമില്ല അല്ലേ? പല രീതിക്ക് പ്രണയിക്കും. എനിക്ക് പ്രണയമുണ്ട്, എൻ്റെ ബാല്യകാലത്ത് പ്രണയമുണ്ട്, ഇപ്പോൾ പ്രണയമുണ്ട്, ഇനിയും പ്രണയിക്കാം അല്ലേ? പ്രണയത്തിനൊരു സമയമില്ല, കാലഘട്ടമില്ല. അതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഒത്തിരി സിനിമകൾ 40-45 വർഷത്തോളം അല്ലേ? അല്ലേ? അതെ അതെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഓരോരുത്തരുടെ ബാക്കിൽ അല്ലെങ്കിൽ പാസിംഗ് ഷോട്ടിൽ അതെ അങ്ങനെയും അതെ അല്ലേ? പിന്നീട് കുറെ കഥാപാത്രങ്ങൾ കിട്ടി. പതുക്കെ ഒരു ഡയലോഗ്, പിന്നെ 2 ഡയലോഗ്, പിന്നെ ഡയലോഗായി. ഇത് ഫുൾ ഡയലോഗായി. എത്തിയപ്പോൾ ലീല ചേച്ചി ആണ് എന്ന് ഓർത്തിരുന്നോ? ഇല്ല, അറിഞ്ഞില്ല, അറിഞ്ഞതേ ഇല്ല. സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് പിന്നെയും കുറെ കാര്യങ്ങൾ അറിയുന്നത്. ഇന്നലെയാണ് അറിയുന്നത്. അല്ല, അതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ട്, കുറച്ച് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നലെയാണ് ഇതൊരു ഭീകരമായ ആളാണെന്ന് പിന്നീട് വളരെ അടുത്തൊരു ഫ്രണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്ത ഒരു ഡാൻസർ എന്നോട് പറഞ്ഞപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പിന്നെ അറിയുന്നത്. എത്രയോ സിനിമകൾ അതെ അല്ലേ? അതെ പത്മശ്രീ. അപ്പം എത്തിയത് അത്തരമൊരു കൈകളിലാണ് എത്തിയത്. തീർച്ചയായിട്ടും അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. അവിടെയാണ് ഏറ്റവും വലിയ നമുക്ക് സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടു എന്നുള്ളത് തന്നെ. എന്തായാലും ഈ സിനിമയിലേക്ക് വരുമ്പോൾ രണ്ടുപേരും നമ്മളിപ്പോൾ കാണുന്നതാണ്, വൃദ്ധസദനമൊക്കെ കാണുന്നതാണ് അല്ലേ? എത്രയോ ഇഷ്ടപ്പെടുന്ന മക്കൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത മക്കൾ കൊണ്ട് അവരുടെ ജോലി ഭാരം കൊണ്ട് തള്ളുന്നു, അല്ലെങ്കിൽ അമ്മയോടും അച്ഛനും ഇഷ്ടമില്ലാതെ കൊണ്ട് തള്ളുന്നു. ഇത് നല്ലൊരു മെസ്സേജാണ് ഈ സിനിമ നൽകുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമ എല്ലാവരും ഏറ്റെടുത്തതും പല അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്നതും ഇനി പ്രേക്ഷകരുടെ മുമ്പിൽ തിയേറ്ററിലേക്ക് എത്തുന്നതും. ഈ സിനിമ അത്രമാത്രം മെസ്സേജ് നൽകുന്നു. ഈ സബ്ജക്റ്റ് കേട്ടപ്പം എന്താണ് തോന്നിയത്? எனக்கு ரொம்ப பிடிச்சது ஒன் இஸ் இந்த ஓல்டேஜ் ஹோமில் அம்மா அப்பா போய் விடுறது, அது ஒரு பெரிய பிரச்சனை. இப்போது வீட்டில் இடம் இல்லைன்னா பரவாயில்ல, வீட்டில் இடம் இருக்குது, ரூம் இருக்கு, ஆனாலும் ஏதோ ஒரு ஓல்டேஜ் ஹோமில் போடுறது, அது தட் இஸ் ஒன் மெசேஜ். தட் இது நியாயமாக அது பார்க்கணும். ரெண்டாவது தட் நீங்கள் சொல்ல மாதிரி ஒரு ஏஜ் பேரியர் கிடையாது ஃபார் பிரணயம். பிரணயம் இஸ் சம்திங் தட் இஸ் பியாண்ட் தட், பியாண்ட் ஏஜ், பியாண்ட் காஸ்ட், பியாண்ட் ஸ்டேட்டஸ். அது எனக்கு பிடிச்சது. இந்த படத்தில் ஹியூமர் இருக்குது, அது எனக்கு பிடிச்சது. நம்ம டயலாக் தவிர பாக்கி எல்லாரும் அந்த டாடி ஷாப்பில் அது ஒரு லோக்கல் ஹியூமர், அது எனக்கு ரொம்ப பிடிச்சது. எனக்கு புதுசு, பட் ஐ ரியலி லைக் தட் எலிமெண்ட். இட்ஸ் நாட் அ சீரியஸ் ஃபிலிம், இட்ஸ் ஆல்சோ அ ஃபன் ஃபிலிம். எல்லாம் இருக்குது, எல்லாம் இருக்கு. அப்புறம் அந்த இடம் எனக்கு ரொம்ப பிடிச்சது. அந்த தலைவலப்புறம் அந்த அந்த எனக்கு அந்த சான்ஸ் கிடைக்காது. ஸோ அங்கே இருக்கிற அந்த அம்மாங்களோட உட்காந்து சாப்பிட்றது, பேசுறது எனக்கு ரொம்ப பிடிச்சது. சார் மீட் பண்ணோம், நமக்குள்ள ஒன்றும் ப்ராப்ளம் இல்லை, பிகினிங்லேருந்து கிடையாது. ஐ திங்க் டைரக்டர் ஆல்சோ
knows that. எங்களுக்கு ஒன்று பிரச்சனை இல்லை. We were very happy to work together. Slowly, it actually turned into some affection. And the affection, because of that, we were able to do some scenes. So, Maryada, respect. One actor to another actor. Yes. And that respect is very important. So, I liked this topic. I liked the way it had been written. Script is very nice. Ipo pata and the songs எல்லாம் ரொம்ப ஜோரா இருக்கு. எல்லாம் பியூட்டியா இருக்கு. Beautiful. விஷுவல்ஸ்ல எல்லாம் பியூட்டி இருக்கு. Beautiful. Visuals are unbelievable. அது சந்தோஷ் அனிமா சார் he's carried the film on his shoulders. He and Abhijit. ஒத்திரி ஃபிலிம் நடிச்சிருக்கேன், மலையாளம் நடிச்சிருக்கேன், தமிழ் நடிச்சிருக்கேன். இது உங்களுக்கு பர்சனலா இருக்கு. ஆமா. உங்க ஹிருதயத்துல எப்படி ஆழத்துல இருக்கு? இருக்கு. ஓகே கண்மணி மாதிரி இது ஒரு ஃபீல் குட் ஃபிலிம். அதில் மணி சார் கொஞ்சம் ஏதோ சில இதெல்லாம் அதை பற்றி பேசணும். அதில் அல்சைமர்ஸ் இப்படி ஒரு குடும்பத்துக்குள்ள அந்த அல்சைமர் பேஷண்ட்டை பார்க்குறது. இங்கே திஸ் எல்டர்லி லேடி நல்ல டீச்சரான ஒரு நல்ல குடும்பம், ஆனாலும் லோன்லி அண்ட் sad, and so this friendship, that's what we have to find other families illaya. So and the village family was very nice. inga pona odane everybody embraced her. That's also very nice. They made her feel welcome. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമാണ് ആകുന്നത് അല്ലേ? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച പോലെ ഇന്നലെയാണ് കുറച്ചും കൂടെ നമ്മൾ പഠിക്കുന്നത്. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ അറിയാലോ എങ്ങനെയാണ് ഈ താങ്കളുടെ പെയർ എങ്ങനെയാണെന്നുള്ള ഇപ്പോഴും വീണ്ടും വീണ്ടും പഠിക്കുകയാണ്. വീണ്ടും മനസ്സിലാക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ അങ്ങേയറ്റുള്ള റെസ്പെക്റ്റും ഇതൊക്കെ തോന്നുകയാണ്. അല്ല, താങ്കളെ കുറിച്ചും പറഞ്ഞത് അത് തന്നെയാണല്ലോ അല്ലേ? ഈ പറഞ്ഞ പോലെ കുറേ നാളുകളായി അല്ലേ, നമുക്ക് സിനിമയിൽ അഭിനയം തന്നെ ഒരു മോഹമായിരുന്നു. അഭിനയമോഹമായിട്ടാണല്ലോ ഇത്രയും നാള്. സിനിമ, നാടകമായിരുന്നല്ലോ. തട്ടകം. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും മാറാൻ കഴിയാതെ വന്നതിനെ കുറിച്ച് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ ഒരു യാത്രയെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയില്ല. നമുക്ക് ഓരോ നാടകങ്ങൾ കഴിയുമ്പോഴും നമുക്ക് പുരോഗമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം 4 സിനിമ കഴിഞ്ഞാലും 5ാമത് വേറെ കുറച്ചും കൂടി ലെങ്ത് ഡയലോഗ് കിട്ടും. അപ്പോൾ അത് നമ്മൾ വളരുന്നുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനത്തെ പിന്നെ കിട്ടുന്ന ക്യാരക്ടർ, പിന്നെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഡയറക്ടേഴ്സായിട്ടും വരായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ വളരുന്നുണ്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ സിനിമയിലേക്ക് എത്തുന്നത് കഥ കേട്ട് ഇഷ്ടപ്പെടുന്നു, ഇതിൽ നായകനാണ്, നിങ്ങൾ രണ്ടുപേരാണ് കഥാപാത്രം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത്? ആദ്യം എനിക്ക് അന്ന് എന്നോട് കഥ പറയുമ്പോൾ നായികനെ കിട്ടിയിട്ടില്ല. നായികനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാ എന്നോട് പറഞ്ഞത്. നമുക്ക് അധികപക്ഷം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ത്രീയാണ് ഞങ്ങൾ കണ്ടുവച്ചിട്ട് പറിച്ചിരുന്നില്ല. എന്നാലും ഏതാണ്ട് ഞങ്ങളിങ്ങനെ ഇതായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ സന്തോഷമായി നമ്മുടെ വീട്ടിൽ നമ്മുടെ കോഴിക്കോട് വരുന്നു, കഥകൾ പറയുന്നു. പിന്നെ അപ്പോൾ തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ള ഉത്സാഹം തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്നു എന്ന് അറിയുന്നത്. അപ്പോഴും എന്നോട് പറഞ്ഞത് പിന്നെ തമിഴിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആരായാലും നമുക്ക് റെഡി എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവര് ഫിലിം ഫീൽഡിലൊക്കെ അറിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്, മറ്റേ മത്സരം. പിന്നെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചിയുമായിട്ട് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണല്ലോ. നിങ്ങൾ എന്താണ് പ്രണയം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ലൊക്കേഷനിലുള്ള പ്രണയം? അത് ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യം ഞങ്ങൾ സാധാരണ രീതിയിൽ തന്നെ നടീനടന്മാർ തന്നെ പോകുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ക്രൂ കൊണ്ടൊക്കെ ഫ്ലൂ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരു എന്താ പറയണ്ട ഒരു ഐസ് ബ്രേക്കുമായിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് തുറന്നാലേ നടക്കുള്ളൂ. എനിക്ക് തോന്നുന്നു അന്ന് ചെറിയൊരു ഒരു മാജിക് ഷോ എന്താ ചെറിയ സാധനം നടന്നത് നമ്മളിവിടെ അല്ലേ. ഒരു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ഒരാളൊരു മാജിക് ചെയ്തു. അപ്പം ഞാനും അത്യാവശ്യം മാജിക് പഠിച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ അത് മാജിക് ചെയ്തു. അങ്ങനെ അങ്ങോട്ട് സംസാരം കളിയും ശരിയായിട്ട് പിന്നെ അങ്ങോട്ട് ലയിച്ച് ചേർന്നു എന്നുള്ളത് തന്നെ. പിന്നെ നമുക്ക് ആ ഒരു അകലം വിട്ടുപോയി. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എല്ലാവരും തമ്മിൽ അകലം വിട്ടു. ഡയറക്ടറും ക്യാമറമാനും ഇവരെയുള്ള ആ ഒരു പിന്നെ സൗഹൃദ ബന്ധമായി ഇപ്പം അങ്ങോട്ട് ഒന്നായിട്ടൊരു ഒഴുക്കായി പിന്നെ ഒന്നായിട്ട് അങ്ങോട്ടൊക്കെ. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്കും എനിക്ക് പാട്ടുകൾ കാണുമ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയാണ്. നമുക്ക് ഫീൽ ഉണ്ട്. എനിക്കും ഒരു അച്ഛനുണ്ട്, എനിക്കും ഒരു അമ്മയുണ്ട് അല്ലേ.
സാഹചര്യത്തിൽ ഇപ്പം മരിച്ചുപോയി, എനിക്കും അങ്ങനെ ബന്ധങ്ങളുണ്ട് ആഴത്തിൽ, എനിക്ക് മക്കളുണ്ട്, ഞാനും ഇങ്ങനെ ആകാമല്ലോ എന്നൊക്കെ നമുക്കൊരു ചിന്താഗതി വരില്ല ഈ സിനിമ കാണുമ്പോൾ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ചിന്ത ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർ ഉണ്ടാവില്ല. கான்ஷியஸ்னஸ் வந்து பட் நீங்கள் கேட்டது வந்து இன்னும் ஒரு விஷயம் என்னென்னா, வென் யூஆர் யங், கொஞ்சம் ஏஜ் இஸ் லெஸ், அப்போ கொஞ்சம் செல்ஃப் கான்ஷியஸ்னஸ் இருக்கும். நம்மளோட ஏஜில் இந்த செல்ஃப் கான்ஷியஸ்னஸ் எல்லாம் போயிடுது. ஸோ லிட்டில் bit of sneham with your acting, little bit of sneham with your dialogue, and the rest is the communication between us. அது ஒரு நல்ல honest communication இருந்தா, I'm not trying to do better than him, he's not trying to do better than me, or kill my scene or I kill his scene. அந்த மாதிரி இப்போ சிலதெல்லாம் கேள்விப்பட்டுறது. I don't think it is true, but still அந்த மாதிரி இல்லை. We are not hero heroine, we are just two old people, elderly people who want to do a good subject. Yes, so அந்த செல்ஃப் கான்ஷியஸ்னஸ் கிடையாது. You feel at one age you can hold somebody's hand. அந்த சின்ன வயசுல you can't do that. Even at 50 I can't do that. But after 70 it's okay. It's a different touch, it's a different feeling. அது ஒரு நல்ல ஒரு, it's a nice space. You don't care what others feel. You do what you feel is good and right. இது நியாயமோ இது நல்லதோ, அது வந்து நம்மளோட எக்ஸ்பீரியன்ஸ்னால நமக்கு நாங்கள் கொண்டு வந்துடலாம். തീർച്ചയാണ് ഈ പറഞ്ഞതുപോലെ ഇത്തരം വിവാഹങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഒരുപാട് ഒത്തിരി വിവാഹങ്ങൾ കേട്ടു, പക്ഷെ ഒരു സിനിമയാവുന്നില്ല. നമ്മൾ ഈയിടയ്ക്കും കൂടെ അത്തരം ഒരു വാർത്തകൾ വന്നിട്ടുണ്ട്, ഈ ഏജിൽ വിവാഹം ചെയ്ത് അല്ല അത് ജീവിച്ചിരിക്കുന്ന മക്കൾ വിവാഹം നടത്തി കൊടുക്കുന്ന വാർത്തകൾ കേട്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു സബ്ജക്റ്റ് ആക്കാൻ ഇതിന്റെ പ്രൊഡ്യൂസറും ഇതിന്റെ ഡയറക്ടറും ഒക്കെ കാട്ടിയ ഒരു ചങ്കൂറ്റമാണ് ഞാൻ അവരെ. ഇതിനൊരു പണം മുടക്കാൻ ഒരാൾ വരണമല്ലോ, ഇങ്ങനെ ഒരു സബ്ജക്ട് ഇറക്കി എന്നൊക്കെ പോകുന്ന തിയേറ്ററിൽ കൊണ്ടുവരാൻ, അതാണ് ഏറ്റവും വലിയ ഒരു ബിഗ് സല്യൂട്ട് അവർക്കൊക്കെ ഞാൻ നൽകണമെന്ന് അല്ലേ. അതാണ് ഡയറക്ടറുടെ ആ സബ്ജക്ട് കണ്ടെത്തലും അതിനോടുള്ള പെരുമാറ്റവും അതിനോടുള്ള പ്ലേ കൊണ്ടുവരും, അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഘടനകളും അതിനുപയോഗിച്ച ഡയലോഗ്സും ഒക്കെ തന്നെ ആ ഡയറക്ടർ നമ്മൾ സമ്മതിക്കല്ല എന്ന് പറഞ്ഞില്ല. നല്ല அது மட்டும் இல்லை, அவர் இந்த சின்ன வயசுல அபிஷேக் ரொம்ப சின்ன வயசுல இந்த மாதிரி ஒரு சப்ஜெக்ட் எழுதிருக்காங்க, വലിയ சப்ஜெக்ட் அதான். ஸோ இப்படி அவர் அதுக்கு ஒரு ஃபீலிங் இருந்தால் தானே எழுத முடியும், அப்போ தான் நீங்கள் எழுத முடியும். இந்த மாதிரி நம்ம சொசைட்டியில் தெர் இஸ் திஸ் ப்ராப்ளம், இந்த பிரச்சனை இருக்குது, இப்படி இருந்தால் எப்படி இருக்கும், அதெல்லாம் அவர் வந்து நல்லா யோசிச்சு போட்டிருக்காங்க. തീർച്ചയായിട്ടും അവർ നല്ല സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച്, തീർച്ചയായിട്ടും നല്ല സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തും ഈ വൃദ്ധസദനങ്ങളിലൊക്കെ ആണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അവിടെ പോകുമ്പോൾ മനസ്സിൽ ഒരു വേദന ഉണ്ടായ സംഭവം എന്തായിരിക്കും? ഇല്ല, നമ്മൾ ഷൂട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. പിന്നെ ഒരു നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നു, പിന്നെ ഇവരുടെ അറിയുന്ന കുറെ ആളുകളെ നമ്മളെ തന്നെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നാണ് അല്ലേ. അല്ല പിന്നീട് ഈ സിനിമ അഭിനയിക്കാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിരുന്നു? തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ഇതേമാതിരി തന്നെ ഞാനും ഇതേമാതിരി എനിക്ക് കോഴിക്കോട് ഒരു പല സംഘടനകളുണ്ട്, ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഇത്തരം സ്ഥലങ്ങൾ പോവുകയും അവർക്ക് പിന്നെ ചില വൈകുന്നേരങ്ങളിൽ അവിടെ പാട്ടായിട്ടും പിന്നെ ചെറിയ ചെറിയ നാടകങ്ങളായിട്ടും മിമിക്രിയൊക്കെ ആയിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പല പരിപാടി നടത്താറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ആദ്യം ഉണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുടുംബത്തിൽ പറഞ്ഞല്ലോ, വീട്ടിൽ പറയുന്നുള്ളൂ ഇത്തരം ഒരു സബ്ജക്റ്റിലാണ് ഞാൻ അഭിനയിക്കുന്നത്, എന്താണ് വീട്ടിൽ നിന്നുള്ളൊരു പ്രതികരണം? എനിക്കങ്ങനെ വീട്ടിലങ്ങനെ പ്രത്യേക സബ്ജക്റ്റ് പറയുകയും കഥ പറയാനുള്ളത് അല്ല, ഇതിൽ നായകനാകുകയാണ്. അതെ, നായകനാകുകയാണ് സുഹൃത്ത് പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലെത്തുന്നത്. ഷൂട്ട് മൊത്തം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തും. ഒന്നും പറഞ്ഞില്ല, സമയം കിട്ടി ഒന്നുമല്ല. അതിനുശേഷം എന്താണ് പ്രതികരണം? പിന്നെ ഒരു കഥ എന്തായിരിക്കും സിനിമ, നമ്മൾ പറയുന്നതല്ലല്ലോ സിനിമ എന്നുള്ള വിലയിൽ. പിന്നെ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും പെരുമാറി ഉണ്ടാവുക എന്നുള്ള ഒരു ഇത് വൈഫിനുണ്ടാവും എന്തായാലും. ഇപ്പൊ പടം കണ്ടാലേ അറിയുള്ളൂ ബാക്കി വൈഫിന്റെ പ്രതികരണം എന്താണുള്ളത് അല്ലേ. എന്തായാലും നല്ല രീതിയിലായിരിക്കും പെരുമാറുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലേ.
ഇപ്പം ഈ കുറേ വർഷങ്ങളായി എന്ന് പറയുമ്പോഴും ഒരു സൗഹൃദം ഇല്ലാത്തത് കൊണ്ടാണോ നല്ല വേഷം കിട്ടാതെ പോയെന്ന് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഒരുപാട് സൗഹൃദമുള്ള ആളുകൾ തന്നെ ഇതിനകത്ത് കിടക്കും. അത് തന്നെ എനിക്ക് തോന്നുന്നു അവരും കുറ്റം പറഞ്ഞ കാര്യമില്ല. അവർക്കും നമ്മളിപ്പോൾ ഒരു പുതിയ ഡയറക്ടർ വരികയാണെങ്കിൽ അയാൾ നിലനിൽപ്പല്ല നോക്കുന്നത്, കൂടെ ഉണ്ടായിരുന്ന സ്നേഹിതനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ലല്ലോ പ്രധാനം. ആദ്യം അയാൾക്കൊന്ന് കാലുറപ്പിച്ച് നിൽക്കാൻ നിൽക്കും, എന്നതിന് ശേഷമല്ലേ കൂടെ ഉള്ളത് കണ്ട അങ്ങനെ പോകുന്നതായിരിക്കാം. സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മളെ അഭിജിത്ത് നമ്മളെ കണ്ടെത്തുന്നത്, ഞാൻ ഹെലൻ എന്ന് പറഞ്ഞ പടം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അഭിജിത്ത് വിളിക്കുകയും ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ജയരാട്ടന് ചെയ്യാൻ പറ്റുമോ, സാമ്പത്തിക എത്രയുള്ളു എന്നൊക്കെ പറഞ്ഞ് കണ്ട് സംസാരിച്ചിട്ടാണ് വെച്ചത്. അങ്ങനെയാണ് ഞാൻ പടത്തിലേക്ക് വരുന്നത്. പിന്നെ നമ്മളെ ക്യാമറ സന്തോഷ് ഭായി വരുന്നു, സന്തോഷ് ഭായി ഇതേമാതിരി തന്നെ സംസാരിച്ചങ്ങാണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്, ഈ പടത്തിന്റെ വർക്കിലൊക്കെ ആയിട്ട് വരുന്നത്, ഇതിലേക്ക് എത്തുന്നത്. ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ പ്രണയമില്ലാത്തൊരാരുമില്ലല്ലോ. ഇതിൽ അഭിനയിച്ചപ്പം പഴയ പ്രണയങ്ങൾ വല്ല ഓർമ്മ വന്നോ? അതൊക്കെ പറഞ്ഞാൽ മതി, ആരും കേൾക്കണ്ട. എനിക്ക് അങ്ങനത്തെ ഒരു പ്രണയമൊന്നും ഇല്ലായിരുന്നു, നല്ല സത്യം. അവിടെ ചിരിക്കാനുണ്ട് കേട്ടോ, ഇല്ലാന്ന് കള്ളം പറഞ്ഞാന്ന് മനസ്സിലാക്കി ചിരിക്കാനുണ്ട് മാഡം. മാഡത്തിനറിയാം, നമ്മൾ ഹൃദയം തുറന്ന് സംസാരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ. അതുകൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല. ഒത്തിരി ഡയറക്ടർമാർക്ക് നിങ്ങൾ നടിച്ചിരിക്കங்க, ഒത്തിരി ഡയറക്ടർമാർ. ഇതൊരു ചെറിയ പ്രായത്തിൽ ഡയറക്ഷൻ എപ്പടി പാത്തിരുங்க இதுங்க? ഈ ഡയറക്ടർ ചെറുതാണ്, ഒത്തിരി ഡയറക്ടർ നടിച്ചിരിക്കங்க. பெரிய பெரிய டைரக்டர்ஸ் கூட எல்லாம் உங்க ஒர்க் பண்ணது யாரு? பெரிய பெரிய டைரக்டர்ஸ் கூட எல்லாம் நீங்க ஒர்க் பண்ணிருக்கீங்க. சின்ன டைரக்டர் முதல்ல என்னோட பாக்கியத்துல மணிரத்னம் ஓ, ஸோ அது வந்து என்னோட அவர் தான் எனக்கு இந்த சினிமா ஃபீல்டில் ஒரு காரணம் இல்லை, ஏதோ என்னோட படத்தை பிக்சரை பார்த்து ஐ வாண்ட் திஸ் கேர்ள் ஃபார் திஸ் ரோல் அப்படின்னு சொல்லி, ஸோ அது நல்ல சமயத்தில் வந்தது. ஐ ஹேட் ஜஸ்ட் ரிட்டையர்ட் 60 years old. அந்த சமயத்தில் சார் ஆஸ்ட் மீ, சரி போஸ்ட் ரிட்டையர்மெண்ட் யூ மஸ்ட் டூ சம்திங் நியூ அப்படின்னு முதல்ல நான் நினச்சிருந்தேன். ஏதோ ஃப்ளூட் வாசிக்கலாம், ஏதாவது ஒன்று பண்ணலாம், புதுசாக ஏதாவது கற்றுக்கணும். பட் வென் ஹீ ஆஸ்ட் மீ, திஸ் பிகேம் மை போஸ்ட் ரிட்டையர்மெண்ட் கரியர். ஆனால் அதுக்கப்புறம் ஆல் சிறிய டைரக்டர்ஸ் தான், ஃபர்ஸ்ட் டைம் மூவி, நோ மணி, அந்த மாதிரி தான் டைரக்டர்ஸ் கிடச்சிது. அஃப்கோர்ஸ் கொஞ்சம் ரொம்ப நல்ல டைரக்டர்ஸும் கிடச்சிது. இது இப்போ அந்த ஐ டிட் தெலுங்கு ஃபிலிம்ஸ், கப்புள் ஆஃப் தெலுங்கு ஃபிலிம்ஸ், நல்ல ஷாம் சிங்கர் ராய் அந்த மாதிரி. இப்போ லியோவில் அடித்தேன் ஒரு சின்ன பாட். ஸோ அந்த மாதிரி வேரிட். ஆனால் ஒரு சின்ன படம் பண்ணியிருக்கேன், மனம். யங் பாய், மணி சாரோட ஏடி, அவர் வந்து ஒரு ஃபர்ஸ்ட் ஃபிலிம் பண்ணார், பியூட்டிஃபுல் ஃபிலிம் மனம். அது வந்து பண்ணியிருக்கேன். ஸோ அந்த மாதிரி வித்தியாசமான ஒரு எக்ஸ்பீரியன்ஸஸ் ஈச் டைம். இப்போ மலையாளத்தில் இப்போ எத்தனை ஃபிலிமாக இருக்கு உங்களுக்கு? மலையாளத்தில் நான் முதல் படம் பண்ணது வந்து ஒரு சின்ன படம், அகேன் யங் டைரக்டர், ஜஸ்ட் அவுட் ஆஃப் ட்ரைனிங். அவர் வந்து தன்னோட ஃப்ரெண்ட்ஸோட ஹி மேட் அ ஃபிலிம் கால் பாப்பி. நைஸ் ஃபிலிம், ஸ்மால் ஃபிலிம். இப்போ மலையாளம் எப்படி இருக்கு? மலையாள இண்டஸ்ட்ரி எப்படி பார்க்குங்க? எனக்கு ரொம்ப பிடிச்சிருக்கு. பிகாஸ் மெயின் திங் எனக்கு என்ன தோன்றுறதுன்னா, இந்த ஒரு பாசம் இருக்கு பாரு ஃபார் ஃபில்ம்ஸ், தேட் இஸ் அன்பேரல்ட். ரொம்ப ரொம்ப பாசம், எல்லாருக்கும் நிறைய தெரியும். ஒரு இங்கேருந்து போகிறச்ச ஒரு டாக்ஸி டிரைவர் என்னை வந்து பிக்கப் பண்ணிட்டு, ஆஃப்டர் த ஃபில்ம் ஐ வெண்ட் பை கேப் டு சென்னை. நான் நினச்சா கொஞ்சம் தூங்கிடுவேன், ஃபுல் டே வேலை செஞ்சுட்டு. அவர் வந்து ஃபுல் வே 6 hours he talked about films. அவருக்கு என்ன தெரியும், எல்லாம் தெரியும். இந்த படத்தில் யார் பண்ணா, அந்த படத்தில் தமிழ் சினிமா, மலையாளம் சினிமா. அதிர்ஷ்டமாக இருந்தது. 6 hours he talked. அந்த மாதிரி டிரைவருக்கு பேருக்கு இப்படி ஓர்மை இருக்கியா? நல்லா இருக்கு. இந்த படத்தை வந்ததுக்கப்புறம் he sent me a message, madam I'm waiting to see your film. നല്ല, he is very very knowledgeable. அப்படியே എല്ലാം അറിയുന്ന ആളുകളുണ്ട് ഇവിടെ. അതെ, ഡ്രൈവറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ല സ്റ്റഡി ചെയ്തിരിക്കുവാണ്. Everybody has that interest and everybody has little more than interest, little knowledge also. இது எனக்கு பிடிச்சிருக்கு, அது பிடிக்கல, அதான் ஒன்று, அந்த ஆக்டர் ஒன்று, இது அந்த மாதிரி பேசுகிறவா போல்டாக
அது வந்து மற்ற இண்டஸ்ட்ரீஸில் அப்படி யாரும் பேச மாட்டாங்க. ഇതിനെ കുറിച്ച് കാണുക മാത്രമല്ല അതിനെക്കുറിച്ച് കുറച്ച് മൊത്തം പഠിച്ചു അതെ അല്ല അവരൊക്കെ എത്രയോ ആർട്ടിസ്റ്റുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്. ஆ അതാണ് എത്രയോ ആർട്ടിസ്റ്റുകളായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഡാൻസിങ് എങ്ങനെയാണ്? என்னோட ஒரு குரூப் இருக்குது, ஸ்பந்தன பேர். സ്പന്ദനം. ஒரு 8 பேர், 4 பாய்ஸ் 4 கேர்ள்ஸ். அது வந்து நாங்கள் நிறைய பண்ணிட்டு இருக்கோம். அது தவிர இப்பாவது யாராவது என்ன கூட கேட்குறாங்க, நானும் பண்ணிட்டு இருக்கேன் கொஞ்சம். ஸோ நாட் வெரி ஆக்டிவ் டான்சிங், பட் அ லாட் ஆஃப் அபிநயம் அண்ட் அ லாட் ஆஃப் ஸ்பெஷல் யூனோ விச் எனக்கு பிடிச்ச சில இதெல்லாம். இப்போ இத்தனை வருஷம் ஆயிடுத்து, நான் நிறைய பண்ணிட்டேன். இப்போ இன்னுமே இந்த யங் டான்சர்ஸ் தான் பண்ணணும். ஆனால் சம்டைம்ஸ் தே ஆஸ்க், நம்ம ஊரில் எல்லாருக்கும் எல்லா ஏஜஸ்க்கும் தே கேன் பி லவ். எல்லா ஏஜில் வந்து ஆர்டிஸ்ட் மதிப்பாங்க. ஸோ மதிப்பு, அந்த மதிப்புனால அந்த மரியாதைனால கொஞ்சம் பண்ணிட்டுருக்கேன். எப்பாவது இப்போ தான் கோச்சனில் பண்ணேன், தரணியில் லாஸ்ட் வீக் 3rd அன்னைக்கு ப்ரோக்ராம் அண்ட் வெண்ட். അപ്പോൾ ഇപ്പോഴും ഉഷറാണ്. ടിൽ ഐ ക്യാൻ സ്റ്റാൻഡ് ഐ ഡു. ഇങ്ങനെ വേണം അല്ലേ? പിന്നെ മനസ്സ് നല്ലതാണെങ്കിൽ നമുക്ക് പ്രായം ഉണ്ടാവില്ല എന്ന് ഞാൻ പഠിച്ചിരിക്കുന്നത് അല്ലേ? പിന്നെ പ്രായം ഇല്ലല്ലോ. മനസ്സ് നല്ലതാണെങ്കിൽ പ്രായമല്ല. പ്രായത്തിന്റെ കുറെ അടയാളങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ ഡേ ചെയ്തേക്കണേ, അല്ലാതെ ഞാൻ ഡേ ചെയ്തേക്കണോണ്ട് അറിയാത്ത, അത് മറച്ചു വെച്ചതിനെ കൊണ്ടാണ് അല്ലേ? അതുകൊണ്ടാണ്. എനിക്ക് ആ ഈ ട്രെയിലറിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കൂടെ പോരുന്നുണ്ടോ, അതാണല്ലോ. അതെ അതെ. പോകണ്ട. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ആ ഡയലോഗ് ഒന്ന് പറയോ? അയ്യോ, എനിക്കത് ഒന്ന് പറയാണ്ട് രസമായിട്ട് നമുക്ക് അവസാനിക്കാം. പ്രേക്ഷകർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ അവിടെ പോയി വൃദ്ധസദനിൽ പോയി കണ്ടിട്ട്, ഇത് dialogue ഏതായിരുന്നു? ആ വൃദ്ധസദനിൽ പോയിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് തിയേറ്ററിലേക്ക് ആളെ അങ്ങ് വിളിക്കാം. അപ്പോൾ നമ്മളൊക്കെ ട്രെയിലറിൽ കണ്ട ആ ഡയലോഗ് ഒന്ന് കേട്ട് നമുക്ക് തിയേറ്ററിലേക്ക് ഇങ്ങനെ ആളെ വിളിക്കാം അല്ലേ? ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. പിന്നെ അത്രേ ഉള്ളൂ. എന്താവുന്നുള്ളത്. അതെ അതെ അതെ. ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു കട്ടനിട്ട് തരാൻ പോലും ആരുമില്ല. ടീച്ചർക്ക് സമ്മതമാണെങ്കിൽ ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് പോരെ. സൂപ്പർ സൂപ്പർ ടീച്ചർ, സൂപ്പർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടീച്ചറിനെയും ടീച്ചറിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പം മാർച്ച് 15-ാം തീയതി നിങ്ങളൊന്ന് പോവാം ആ തിയേറ്ററിലേക്ക്, ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോകണം. തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമ. പ്രണയത്തിന് ഞാൻ പറഞ്ഞ പോലെ ഏത് സമയം പ്രണയിക്കാം. പ്രണയം ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അല്ലേ? അതെ അതെ. അതാണ് പ്രണയം. 70-ാം വയസ്സിലും 100-ാം വയസ്സിലും പ്രണയിക്കാം. പ്രണയം നമ്മുടെ തീരുമാനമാണ് അതിൻ്റെ എന്താ പറയണ്ട ക്ലൈമാക്സ് എത്തുന്ന ഒരു അതെ തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെ സിനിമ സൂപ്പർ ഹിറ്റാകട്ടെ. ജനനം 1947 ആണെങ്കിൽ ഇപ്പോൾ ഈ സിനിമ എത്തുന്നത് 2024. പൊളിക്കാം നമുക്ക് സിനിമ. തീർച്ചയായിട്ടും. ഒത്തിരി സന്തോഷം. സന്തോഷം, വളരെ വളരെ സന്തോഷം. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.